ഓക്കെ, ഇനി നമ്മൾ പശ്ചിമ ബംഗാളിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ TVKയിൽ സർക്കാർ രൂപീകരണത്തിനായി തിരക്കിട്ട നീക്കങ്ങൾ. വിജയുടെ സത്യപ്രതിജ്ഞ 7-നാണ് സൂചന. സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി തേടി ഗവർണർക്ക് ഇമെയിൽ അയച്ചു എന്ന വിവരവും പുറത്തുവരുന്നു. വിവിധ പാർട്ടികളെ ഒപ്പം കൂട്ടി കേവല ഭൂരിപക്ഷം തികയ്ക്കാനാണ് TVKയുടെ ശ്രമം. DMK സഖ്യത്തിൽ തുടരുമെന്ന് അതിനിടെ CPI വ്യക്തമാക്കിയിട്ടുണ്ട്. മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. മനേഷ്, അപ്പോൾ വിജയെ തമിഴ്നാടിന്റെ പുതിയ മുഖ്യമന്ത്രിയായി കാണാൻ പോകുന്നു. അത്തരം പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നു. ഗവർണറെ ഈ മന്ത്രിസഭ സർക്കാർ രൂപീകരണ ശ്രമത്തിനുള്ള താല്പര്യം അറിയിക്കുന്നു. അതെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ആ 10 പേർ ആരാണ്? TVKയ്ക്കൊപ്പം ചേരുന്ന 10 പേർ ആരാണ് എന്നതിൽ എന്തെങ്കിലും പുതിയ വിവരങ്ങളുണ്ടോ? അത് എങ്ങനെയാണ് TVK നോക്കിക്കാണുന്നത്? പ്രജൻ, ക്രിസ്റ്റീന, രാവിലെ TVKയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള N. ആനന്ദ് ഗവർണർക്ക് ഒരു കത്ത് നൽകിയിരുന്നു. രണ്ടാഴ്ചക്കാലത്തെ സമയം ഞങ്ങൾക്ക് അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, അത് സർക്കാർ രൂപീകരിക്കാനുള്ള സമയം അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അതിനുശേഷം വളരെ വേഗത്തിലാണ് ഉച്ചയോടുകൂടി രാവിലെ മുതൽ തുടങ്ങി ഉച്ചയ്ക്ക് ശേഷം 3 മണി വരെ ഒരു യോഗം, സ്ഥാനാർത്ഥികളുടെ നൽകി നിയുക്ത MLA-മാരുടെ യോഗം ചേരുന്നത്. അതിന് ശേഷം വളരെ വേഗത്തിലാണ് നീക്കങ്ങൾ നടക്കുന്നത്. ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് പട്ടണപ്പാക്കത്തെ വസതിയിൽ വിജയ് എത്തിയിട്ടുണ്ട്. അവിടെ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്ന മന്ത്രിമാർ ആരാകണം തുടങ്ങിയ രീതിയിലുള്ള ചർച്ചകളാണ് നടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനിടയിൽ ഗവർണർക്ക് 7-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് അനുമതി തേടിക്കൊണ്ടുള്ള ഒരു ഇമെയിൽ വിജയ് അയച്ചിട്ടുണ്ട് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെ വളരെ തിരക്കിട്ട നീക്കങ്ങൾ തന്നെയാണ്. പ്രജിൻ സൂചിപ്പിച്ചതുപോലെ ഇനിയിപ്പോൾ ആരാണ് അടുത്ത 10-ലേക്ക്, ഈ പറഞ്ഞ ബാക്കി 10 ആര് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി നിലനിൽക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ് ഒരു അനുകൂല നിലപാടിലേക്ക് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ വാക്കുകളിൽ നിന്നൊക്കെ നമുക്കത് വളരെ വ്യക്തമാണ്. എന്തായാലും കോൺഗ്രസ് ഒരു കക്ഷിയായി തന്നെ കൂടെ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. മറ്റൊന്ന് BCK ആണ്, വിടുതലെ സിരുത്തൈകൾ കക്ഷിയാണ്. അത് DMK സഖ്യത്തിലുള്ള ഒരു കക്ഷിയാണ്. മുസ്ലിം ലീഗുമായി സംസാരിക്കുന്നുണ്ട്, മുസ്ലിം ലീഗുമായി ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നുള്ള വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അങ്ങനെ ഈ DMK സഖ്യത്തിലുള്ള ഇടതു പാർട്ടികളുമായുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞിരുന്നു. അല്പസമയം മുമ്പ് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി സംസാരിച്ചപ്പോൾ പറഞ്ഞത് അത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും തന്നെ TVKയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും തങ്ങളോട് സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ അതിനുള്ള മറുപടി നൽകും, ആ സമയത്ത് നൽകും എന്നുള്ളതാണ് പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ CPM ആണെങ്കിലും CPI ആണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ പ്രതികരണങ്ങൾ നടത്തി കഴിഞ്ഞു. CPI ആണെങ്കിൽ ഒരു ആശയത്തിന്റെ പുറത്താണ് DMK സഖ്യം ഉണ്ടാക്കിയത്, അല്ലാണ്ട് ഭരണത്തിൽ കയറാനോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ല എന്നുള്ളത് CPIയും വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഇടതു പാർട്ടികളുടെ പിന്തുണ എന്തായാലും പ്രത്യക്ഷത്തിൽ TVKയ്ക്ക് ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇപ്പോൾ ഈ നിലവിലുള്ള സാഹചര്യത്തിൽ എന്തായാലും അവർ പിന്തുണയ്ക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ രീതിയിലാണ് എന്തായാലും ഈ സംസ്ഥാന സെക്രട്ടറിമാരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. മറ്റൊന്ന്, പറഞ്ഞ രീതിയിൽ DMK സഖ്യത്തിൽ നിൽക്കുന്ന PMK ആണ്, പാട്ടാളി മക്കൾ കക്ഷിയാണ്. പാട്ടാളി മക്കൾ കക്ഷിക്ക് 4 സീറ്റുകളാണുള്ളത്. അവരുമായി സംസാരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല അമ്മ മക്കൾ മുന്നേറ്റ കഴകത്തിൻ്റെ ഒരു സീറ്റുണ്ട്, ഈ പറഞ്ഞ NDA സഖ്യത്തിലാണ് അവരുള്ളത്, അവിടെ ഒരു സീറ്റുണ്ട്. അങ്ങനെ അവിടെ നിന്നുള്ള 6 സീറ്റുകൾ, ഇവിടെ കോൺഗ്രസിൻ്റെ 5 സീറ്റ്. അങ്ങനെ വരുമ്പോൾ തന്നെ ഏകദേശം ഭരണത്തിലെത്താനുള്ള ഒരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം 11 സീറ്റാകും. അങ്ങനെയാകുമ്പോൾ 119 സീറ്റിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും. അതാണ് നിലവിലുള്ള ഒരു പ്ലാൻ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വൈകുന്നേരത്തോടു കൂടി കുറച്ചുകൂടി ഒരു വ്യക്തത കാര്യങ്ങളൊക്കെ വരികയും ചെയ്യും. പ്രജിൻ, ക്രിസ്റ്റീന. ശരി, അപ്പോൾ ആരായിരിക്കും ആ 10 പേർ വിജയ്ക്ക് പിന്തുണയുമായി എത്തുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.